എറണാകുളം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ പോയി, ചങ്ങനാശ്ശേരിക്കടുത്ത്. അവിടെ ചെന്നപ്പോൾ തഞ്ചാവൂർ മോഡൽ ഒരു ക്ഷേത്രം. ഞാൻ ചോദിച്ചു, ഇതിന് ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ എത്ര പൈസ ചെലവായി? ഈ ക്ഷേത്രം ഉണ്ടാകാൻ ഓരോ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തവും ബ്രാഹ്മണങ്ങളും ഒക്കെ എഴുതിയതിനു ശേഷം മനുഷ്യന്റെ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിഹാസങ്ങൾ എഴുതിയത്. മനസ്സിലായോ? 18 പുരാണങ്ങൾ മനുഷ്യന്റെ കഥയാണ്. ദൈവങ്ങളെല്ലാം മനുഷ്യനായി അവതരിച്ച കഥയല്ലേ. രാമൻ മനുഷ്യനായി, കൃഷ്ണൻ മനുഷ്യനായി. ആ മനുഷ്യന്റെ ഉൽപ്പത്തിയും വികാസവുമാണ് ദശാവതാര കഥകൾ. ജീവൻ എവിടെ ആദ്യം ഉണ്ടായത്? വെള്ളത്തിലല്ലേ ജീവൻ ഉണ്ടായത്. ആദ്യത്തെ മഹാവിഷ്ണുവിന്റെ അവതാരം എന്താ? മത്സ്യല്ലേ, മത്സ്യാവതാരമല്ലേ. ദേവി കന്യാകുമാരി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മാധുരി പാടിയ പാട്ട്. കണ്ണാ പാലാഴിത്തീരയിലൊഴുകും ആലില കണ്ണാ, ഞാനൊരു കന്നിമുക്കുവ പെണ്ണ്, എൻ്റെ തോണിയിലെ പൊന്നു വീണോ പൊന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നല്ല രസമുള്ള പാട്ടാണ്, മാധുരി പാടി. ആ പാട്ടിൽ അടുത്ത വരി എന്താ? നീ പണ്ടൊരു പൂത്തിമിംഗിലമായി, അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി. തിമിംഗിലമായ മത്സ്യമായ കണ്ണൻ വിഷ്ണു. പിന്നീട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവി ആമ, രണ്ടാമത്തെ അവതാരം ആമ. മൂന്നാമത്തെ അവതാരം കാട്ടിലെ പന്നി, വരാഹം പന്നി. പിന്നെയാണ് മരത്തുമക്കേറുന്ന മൃഗമുണ്ടായത്. മുഖം കണ്ടാൽ സിംഹത്തിന്റെ രൂപം, ഉടല് കണ്ടാൽ നരന്റെ രൂപം, നരനും സിംഹവും ചേർന്ന നരസിംഹം.